ഓർമ്മകളെ തൊട്ടുണർത്തിക്കൊണ്ട് ഇതാ വീണ്ടും ഒരു ക്രിസ്തുമസ് കാലം, മഞ്ഞണിഞ്ഞ മാസം. ഇതുപോലെ മഞ്ഞു പെയ്ത് മാമരം കൊച്ചു നിന്ന ഒരു ഡിസംബർ രാവിലാണ് ലോക ചരിത്രത്തെ തന്നെ തിരുത്തിയെഴുതിയ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ അരങ്ങേറിയത്. കന്യകയിൽ നിന്നും ലോകരക്ഷകനായ യേശു ക്രിസ്തു ഒരു പുൽക്കൂട്ടിൽ പൂജാതനായി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. 2024 വർഷങ്ങൾക്ക് മുൻപ് ദൈവകുമാരൻ ജീവിച്ച നസറത്തിലെ വീട് സന്തോഷത്തിൻ്റെയും പരസ്പര അനുസരണത്തിൻ്റെയും വീട്. അവിടെ ഭിന്നിപ്പില്ല, ഒറ്റപ്പെടുത്തലില്ല, കുറ്റപ്പെടുത്തലുമില്ല. പരസ്പരം ആനന്ദത്തിലും അധ്വാനത്തിലും സുഖദുഃഖങ്ങളിലും ഹൃദയം തുറന്ന് അവർ കരുതലാവുന്നു. പരസ്പരം മനസ്സിലാക്കിയതുകൊണ്ടാണ് നസറത്തിലെ തിരുക്കുടുംബം ലോകത്തിലെ ഏറ്റവും മാതൃകാപരമായ ഒരു കുടുംബമായത്. നസറത്തിൽ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ച പൊന്നുണ്ണി ഈശോ നമ്മെ അതിനായി സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ. അതിനായി പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പിതാവും നമുക്ക് മാധ്യസ്ഥം വഹിക്കട്ടെ. ആമേൻ.